കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിനെ അന്വേഷിച്ച് ചേട്ടനും അനിയന്മാരും ഒക്കെ അങ്ങനെ പാഞ്ഞു നടക്കുന്ന ഭാഗമാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഹരീഷിൻ്റെ ഫോണിലേക്ക് നീതു ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്നോട് സംസാരിക്കാൻ നിനക്ക് നേരമില്ലല്ലേ, നീ എവിടെയോ കറങ്ങി നടക്കണ്, നീ ആരുടെയോ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നിധിനെ കാണിക്കുന്നു. നിധി വിഷമിച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചേട്ടനനിയന്മാരെയും കൂടി കാണിക്കുന്നു. പിന്നെയും നീതു മെസ്സേജ് അയക്കുന്നു, ഒരാഴ്ചയ്ക്ക് നീ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിൻ്റെ സ്വഭാവം പുറത്തു വന്നു, നീ ഇത്തരക്കാരനൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് അയച്ച് ഫോൺ അവിടെ എടുത്തിടുന്നു. അങ്ങനെ നമ്മുടെ ഹരീഷും സുഭാഷ് ചേട്ടനൊക്കെ പോകുമായിരുന്നു. പെട്ടെന്നൊരു കാറ് സൈഡ് തിരിഞ്ഞ് വന്ന് നമ്മുടെ ഹരീഷിൻ്റെ വണ്ടിമ മുട്ടി ഹരീഷ് വീണ്. അപ്പോഴത്തേനും സുഭാഷൊക്കെ ഓടി വന്ന് പിടിക്കിന്. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കാറുകാരനെടുത്ത് പാഞ്ഞ് ചെല്ലണം. അപ്പോൾ കാർ അവിടെ നിർത്തിയിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എവിടെ നോക്കിയിട്ടുണ്ടാ വണ്ടി ഓടിക്കണേ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് സുഭാഷ് പാഞ്ഞ് ചെല്ലും. അപ്പോൾ അതിനും ഡ്രൈവർ ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ അതിന് ഉള്ളിലിരിക്കുന്നവർ പറയുന്നുണ്ട്, ഒരു എടുത്ത പണി തീർത്തിട്ടില്ല കേട്ടോ, വള്ളിക്കെട്ടൊന്നും ഏറ്റെടുക്കണ്ട എന്ന് പറയും. പക്ഷെ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അയാളും ഇറങ്ങി ചെന്ന് സുഭാഷിൻ്റെ എത്തിക്ക് ചെല്ലും. എന്ത് സ്പീഡിലുണ്ടെന്ന് നീ വണ്ടി ഓടിക്കണേ എന്ന് ചോദിച്ച് സുഭാഷ് അയാളെത്തേക്ക് ചാടി കയറുമ്പോൾ അയാൾ ചോദിക്കും, ഇത് എൻ്റെ വണ്ടി, പബ്ലിക് റോഡ്, നിനക്കെന്താടാ എന്ന് ചോദിക്കും. കോളർമ്മ പിടിക്കും, നിനക്കത് തല്ലണോടാ, തല്ല് എന്നൊക്കെ പറയും. അങ്ങനെ അവർ മറ്റുള്ളവരും കൂടി വന്നിട്ട് സുധീഷ്, അതായത് നമ്മുടെ ഹരീഷും നികേഷും കൊണ്ട് വേണ്ട ഏട്ടാ വേണ്ട വിട്, നമുക്കിപ്പോൾ അതല്ലല്ലോ നമ്മുടെ പ്രധാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാറിലിരുന്ന് സുധീഷ് ഇങ്ങനെ ഒന്ന് മയങ്ങിപ്പോയതായിരുന്നു. നമ്മുടെ സുഭാഷേട്ടൻ്റെ ഒച്ച കേട്ടിട്ടാണ് കണ്ണ് തുറക്കണത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവും. എൻ്റെ ഏട്ടനും അനിയന്മാരൊക്കെ അല്ലേ നിൽക്കുന്നത്. അങ്ങനെ വായ പൂത്തിയിട്ടുണ്ടെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കാറിലുള്ള അടങ്ങിയിരിക്കടാ എന്ന് പറയും. അപ്പോൾ ഇതിന് വേറൊരാൾ പോയി കഴിഞ്ഞിട്ട് ഡ്രൈവറെ വിളിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്ന് പറയും. അങ്ങനെ ഡ്രൈവർ കാറിലും കയറും. ബാക്കിലിരിക്കുന്നതാണ് സുധീഷിൻ്റെ അടുത്തേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് സുധീഷ് കാലുകൊണ്ട് ഒരു ചവിട്ടി ഓട്ടും. അപ്പോൾ അയാൾ തെറിച്ച് പോകും. എന്നിട്ട് സുധീഷ് തലയിട്ടിട്ട് പുറത്തേക്ക് ആട്ടിയിട്ട് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അത് നികേഷ് കാണും. നികേഷ് നോക്കുമ്പോൾ സുധീഷ്, ചേട്ടാ സുഭാഷ് ചേട്ടാ അതേ സുധീഷ് ചേട്ടൻ, ഹരീഷ് ചേട്ടാ അതേ സുഭാഷ് ചേട്ടനെ, സുധീഷ് ചേട്ടനെ കൊണ്ടുപോകണ കാറാണതെന്ന് പറയും. അപ്പോഴത്തേന് കാറുകാർ വണ്ടി എടുത്ത് പോകും. പിന്നാലെ തന്നെ നിൽക്കടാന്ന് പറഞ്ഞ് ചേട്ടനും അനിയന്മാരും പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ സുധീഷിനത് കണ്ടപ്പോൾ സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു കണ്ടല്ലോ എന്ന് തീർന്നെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ സുധീഷ് കാറിലിങ്ങനെ ഇരിക്കണേ. ഇവരിതൊന്നും അറിയില്ല, അവർ സ്വന്തക്കാരെന്ന് അറിയില്ല, അവർ ഏവന്മാർക്ക് കിട്ടിയതൊന്നും പോരാന്നുണ്ടാവും, അവന്മാർ വീണ്ടും വരുന്നുണ്ടല്ലോ എന്ന് കാറിലിരുന്ന് ഡ്രൈവർ പറയും. വരട്ടെ നമുക്ക് കൊടുക്കാമെന്ന് പറയും. ഒരുപാട് നേരം വണ്ടി നിർത്തടാന്ന് പറഞ്ഞ് ഒരുപാട് നേരം വണ്ടി ഓടിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ സുഭാഷ് ഹരീഷിനോട് പറയും, വണ്ടിക്ക് വട്ടം വയ്ക്കടാന്ന് പറയും. അങ്ങനെ രണ്ട് ബൈക്കും കൂടി വന്നു കഴിഞ്ഞിട്ട് വണ്ടിക്ക് വട്ടം വയ്ക്കും. അപ്പോൾ വണ്ടി നിർത്തും. അങ്ങനെ ബാക്കിലിരിക്കുന്ന ആൾ ഓടി ചെന്ന് സുഭാഷിനെ തല്ലാൻ നോക്കും. അപ്പോൾ സുഭാഷ് അടിച്ച് വീഴ്ത്തും. അപ്പോഴത്തേനും ഡ്രൈവറും ചെല്ലും, ഹരീഷും അടിക്കും. അങ്ങനെ 3 പേരും കൂടെ ചെല്ലും. സുധീഷിൻ്റെ കാറിലെത്തി 3 പേരും കൂടെ ചെല്ലും. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടീന്. അപ്പോൾ നമ്മുടെ ഹരീഷും സുഭാഷൊക്കെ ചെന്ന് കയറ്റി വേഗം സുധീഷിൻ്റെ കൈയൊക്കെ കെട്ടക്കഴിച്ച് പിന്നെ ചേട്ടാ കരച്ചിൽ, സുധീഷ് ചേട്ടാ സുഭാഷ് ചേട്ടാ ഹരീഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും സങ്കടവും. സാരില്ല ബായോ എന്ന് പറയും. കെട്ടഴിക്കടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സുധീഷ് വേഗം ഒച്ചെടുക്കും. അങ്ങനെ കെട്ടഴിക്കും. പിന്നീടുള്ള ഇടി സുധീഷിൻ്റെ വകയായിരുന്നു. അങ്ങനെ 2 പേരും തല്ല് കിട്ടി തമ്പോറായപ്പോൾ ഓടി രക്ഷപ്പെടും. മെയിൻ ആൾ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ എടുത്തിട്ട് അടിക്കുന്നു. സുഭാഷ് സത്യം പറയടാ, ആരണ്ടാ ഇത് ചെയ്തതെന്ന് ചോദിക്കും. സുധീഷും പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വരുന്ന വഴി കറക്റ്റായിരുന്നു എനിക്ക് പറഞ്ഞു തന്നത് ആരണ്ടാ. അപ്പോൾ എനിക്കറിയില്ല, ഒരു ഫോൺ വഴി കിട്ടിയ കൊട്ടേഷൻ ഉണ്ടെന്ന് മാത്രം പറയുള്ളൂ. പക്ഷേ പിന്നീട് സുധീഷിൻ്റെ ഇടിയിൽ എല്ലാം പറയാമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നേരം വെളുത്ത് നമ്മുടെ നിധിയുടെ അമ്മ സാന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുന്ന നടക്കളയിലേക്ക്. സാന്ദ്ര കാപ്പി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നീ എനിക്കൊരു കാപ്പി തായി, എന്താണെന്ന് അറിയില്ല, ഭയങ്കര തലവേദന എന്ന് പറയും. കാപ്പി പറഞ്ഞിട്ട് നേരെ പത്രവും പാലെടുക്കാൻ വേണ്ടി വാതിലിൻ്റെ ഡോർ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ കസേരയിൽ ഒരു തരിയിരുന്ന് പത്രം വായിക്കണം. ആരണ്ടാ നീ കസേരയിൽ കയറിയെന്ന് പത്രം വായിക്കണേന്ന് ചോദിക്കും. അങ്ങനെ പത്രം സുധീഷ് ഇങ്ങനെ സുധീഷിൻ്റെ മുഖം കണ്ടതോടുകൂടി ആകെ ഞെട്ടി പ്രേതത്തിനെ കണ്ട പോലെ അങ്ങനെ ഓടണ്. അപ്പോൾ ചേട്ടാ രാജീവേട്ടാന്ന് വിളിക്കും. അപ്പോൾ ഇതിന് സാന്ദ്ര കാപ്പിയായിട്ട് വരും. അമ്മയും വരുമ്പോഴും കൂടെ കൂട്ടിയെടുക്കും. കാപ്പിയൊക്കെ തറയിൽ പോകും, പൊട്ടും. എന്താ അമ്മയെന്ന് ചോദിക്കും. അരുൺ എന്തേടിയെന്ന് ചോദിക്കും. ഏട്ടൻ മുറിയിലുണ്ട്, പോയി വിളിച്ചുണ്ടായോ എന്ന് പറയും. അങ്ങനെ അരുണിനെ വിളിക്കാൻ പോകണം. രാജീവൻ വാല് വിട്ടിട്ടിരിക്കുകയാണ്. എന്താന്ന് ചോദിക്കും. പുറത്തേക്ക് വന്ന് നോക്ക്, അവിടെ കാണൊരു കാഴ്ച എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കണ്. അപ്പോൾ നിധിയും വരും. എന്താന്ന് ചോദിക്കും.
ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സുധീഷ് അകത്തേക്ക് കയറി വരും. സുധീഷെ കണ്ടോടുകൂടി നിധിക്ക് സന്തോഷമാവും, ബാക്കി എല്ലാവർക്കും ഞെട്ടലും. സുധീഷേ നിങ്ങൾ എവിടെ ഇരുന്ന്, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോൺ വിളിക്കാൻ തോന്നില്ല, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, നിങ്ങൾ ആ സ്വർണ്ണവും പണമൊക്കെ എടുത്ത് നിങ്ങൾ കൊണ്ടുപോയി എന്നുള്ള ഇവർ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിധി ഒറ്റ ശാസ്ത്രം എല്ലാം ചോദിക്കുന്നു. നിങ്ങൾ ആ സ്വർണ്ണം പണം എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് ഇങ്ങനെ തലോണ്ടാട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേനും മരുൺ ഓടി വന്ന് സുധീഷിൻ്റെ കോളർ പിടിക്കും. എടാ സ്വർണവും പണവും കട്ട് കൊണ്ടുപോയിട്ട് നീ എന്ത് ധൈര്യത്തിലുണ്ട് അങ്ങോട്ട് കയറി വന്നത്, പിന്നെയും ഞങ്ങളെ എൻ്റെ സ്വർണവും പണവും ഇങ്ങോട്ട് താടാ എന്താണ്ടാ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ വഴക്കുണ്ടാക്കണം. അപ്പോൾ രാജീവൻ പറയും നീ എന്തിട്ടൊക്കെ ഇനി പറയണരുണേ, അവൻ സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ധൈര്യത്തോടെ ഇങ്ങോട്ട് വരുമോ, ഒന്ന് സമാധാനപ്പെടുക, എന്താ സംഭവിച്ചതെന്ന് അവനോട് ചോദിക്കുമെന്ന് പറയും. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നില്ല പറയും, ഞാൻ പോണ വഴിക്ക് ഒരാളിങ്ങനെ ചോര ഒലിപ്പിച്ച് കിടക്കണ കണ്ട് വണ്ടിയും മറിഞ്ഞ് കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയാളെ വണ്ടിയും എടുത്ത് നിർത്തിയപ്പോഴത്തേനും എൻ്റെ കാറിലുണ്ടായിരുന്നു സ്വർണ്ണവും ബാഗൊക്കെ ആയിട്ട് ഒരുത്തൻ ഓടി രക്ഷപ്പെട്ട് ബാക്കിയുള്ളവർ കൂടി ഉണ്ടായിരുന്നവർ എന്നെ ആ കാറിൽ തന്നെ പിടിച്ച് കെട്ടിയിട്ട് വേറെ ഏതൊരു ഗോഡൗണിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവരവിടെ നിന്ന് തന്നെ കെട്ടിയിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വേറെ കാറിലാക്കി കഴിഞ്ഞിട്ട് പോണ വഴിയിൽ ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടാന്ന് പറയും. അപ്പോൾ ഞാൻ രാജീവിനത് കേൾക്കുമ്പോൾ സന്തോഷമായി മനസ്സിൽ. അപ്പോൾ ഞങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇവനെ അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ സന്തോഷത്തിൽ നിൽക്കണ്. അപ്പോൾ അരുൺ വീണ്ടും അവൻ്റെ കുളറും പിടിക്കും. പിന്നെടാ നേരം വിളിക്കുമ്പോൾ തന്നെ നട്ടാക്ക് വിളിക്കാത്ത നുണയും പറഞ്ഞ് വന്നേക്കണ്, ഇത് ആരണ്ട വിശ്വസിക്കുക എന്നൊക്കെ ചോദിച്ച് വീണ്ടും കുളറും പിടിക്കുന്നു. അപ്പോൾ ഇവനിത് കൊളാക്കുമ്പോൾ ഇങ്ങനെ രാജീവൻ ടെൻഷനോടെ പറയുന്നു, നിനക്ക് രക്ഷപ്പെടാന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണവും നിനക്ക് കൊണ്ടുവരായിരുന്നില്ലേടാ, നീ നുണ പറയണ്ട, ഇത് നീ മനഃപൂർവ്വം സ്വർണ്ണം നീ മാറ്റിയതെന്ന് പറയും. അളിയനിപ്പോൾ എന്താ വേണ്ടത്, സ്വർണ്ണവും പണമല്ലേ, ഞാൻ പറയാമെന്ന് പറയും. അങ്ങനെ പോരാന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് പോകും. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, നീ എന്തിനീ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കണേ, എന്താ സംഭവിച്ചതെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞ് രാജീവൻ മോനെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ശരി അച്ഛാന്നൊക്കെ പറയും. അങ്ങനെ നേരെ സുധീഷ് പോയിട്ട് സുധീഷിൻ്റെ കൂടെ വരുന്നത് നികേഷും അതുപോലെ തന്നെ നമ്മുടെ സുഭാഷ് ഏട്ടനും. അപ്പോൾ നിധിക്ക് ഇങ്ങനെ അത്ഭുതമാവും. നിധി ചോദിക്കുന്നത് എന്താ സുഭാഷ് ഏട്ടൻ ഇവിടെ, നികേഷേ നീങ്ങെന്താ ഇവിടെ എന്ന് ചോദിക്കും. അപ്പം അത് ഞങ്ങൾ പറയാം നിധി എന്ന് പറയും. ഹരീഷേ എന്ന് വിളിക്കും. ആ ചേട്ടാ അതിപ്പോൾ വരാമെന്ന് പറയും. അങ്ങനെ ഹരീഷ് ആ ഗുണ്ടനെ പിടിച്ച് വലിച്ചു വരുന്നു. വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാണ്ട് നിധി ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കണ്. അങ്ങനെ ദേഷ്യത്തോടെ സുധീഷും സുഭാഷൊക്കെ രാജീവിനെ അങ്ങനെ തുറച്ച് നോക്കണ്. പിന്നെ പ്രമോയുടെ ഭാഗത്ത് കാണിക്കുന്നത് സത്യങ്ങളൊക്കെ അവരോട് പറഞ്ഞത്, അതായത് ഗുണ്ടകൾ എല്ലാം ചേട്ടനിയന്മാരോട് പറയുന്നതും ആ ഗുണ്ടനെ കൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് സത്യം പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നികേഷ് പറയും ഏട്ടത്തി എല്ലാത്തിനും കാരണം ഏട്ടത്തിൻ്റെ അച്ഛനാണെന്ന് പറയും. പിന്നെ നിധിര തനി സ്വരൂപം അങ്ങോട്ട് മാറണ്. ഇവരാണ് ഇതിൻ്റെ പിന്നിൽ സുധീഷിനെയും എന്നെ അകറ്റാനും കള്ളനാക്കാനും വേണ്ടിയിട്ടുള്ള പണി എന്നുള്ള കാര്യം മനസ്സിലാക്കി നിധി അച്ഛനെ പഞ്ഞിക്കിടുന്നൊരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.